തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞത് എല്ലാത്തിനും റെഫറൻസ് ഉണ്ട്. അതെല്ലാം വസ്തുതകളാണ്. ഹദീസുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് അത്. പല ഹദീസുകളും അറിയാവുന്നത് കൊണ്ടും അതിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് റെഫറൻസിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് നല്ല മണിമണി പോലെ അങ്ങോട്ട് പറയും. പറഞ്ഞെന്തായാലും പ്രയോജനമൊന്നുമില്ല. നിങ്ങളത് സ്വീകരിക്കും. നിങ്ങൾ പറയാം ജൂതന്റെ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങളെ കെട്ടിയുണ്ടാക്കിയാന്ന് പറയും. അതിനകത്ത് വലിയ കഥയൊന്നുമില്ല സവർമാർ. അപ്പം മറ്റൊരു കാര്യം കൂടി ടീച്ചർ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇദ്ദേഹത്തിന്റെ ഈ മുഹമ്മദിന്റെ ഒരു സ്വഭാവേ സാധാരണ മനുഷ്യർക്ക് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. മനുഷ്യർക്കുള്ള സ്വഭാവത്തിൽ തികച്ചും വ്യത്യസ്തമായ സ്വഭാവം. അതായത് ഈ ആസക്തി കൂടുതൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് ഇവരുടെ ഹദീസ് പറയുന്നത്, നമ്മൾ ആരോപിക്കുന്നതല്ല. അപ്പൊ ഈ ഇങ്ങനെയുള്ളത് ആസക്തിയിൽ ജീവിച്ചതായ ഈ വ്യക്തി ആ ആസക്തിയുടെ ആ രതിക്രിയകൾ, ആ ക്രീഡകൾ അനുഭവിച്ചതിന് ശേഷം അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതിലൂടെ വീണ്ടും ഇദ്ദേഹം ആ സന്തോഷം അനുഭവിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഹദീസുകളൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ 11 ഭാര്യമാരോടും കൂടെ ഒരു ദിവസം അദ്ദേഹം വേഴ്ചയിൽ ഏർപ്പെടാറുണ്ടായിരുന്നുള്ള കഥ എങ്ങനെയാ പുറത്തു വന്നു? അതെങ്ങനെ പ്രവാചകനിൽ നിന്ന് കേട്ടു, പ്രവാചകൻ അത് സഖാപാക്കി അവരത് കൈമാറി അനസിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്തു. അപ്പം ഒരു തികച്ചും നമ്മുടെ സങ്കല്പത്തിന് അപ്പുറത്തുള്ളതായ ഒരു കാഴ്ചപ്പാടും പ്രത്യേക സുഖം അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു ഹദീസിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ഭാര്യമാരിൽ ഒരാളോട് അവരുടെ രാവല്ലാത്ത അവസരത്തിൽ താല്പര്യം തോന്നി ബന്ധപ്പെട്ടാൽ നബി നീതി പാലിക്കാനായി അന്ന് തന്നെ മറ്റു ഭാര്യമാരുമായി സംയോഗത്തിൽ ഏർപ്പെട്ടിരുന്നു. ഐഷ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെയാണ്, ഞാൻ വായിക്കുന്നത് കേട്ടോ. അത് അദ്ദേഹം സയ്യിദ് സാബിക്ക് ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ബുഖാരി 264, മുസ്ലിം 1192 എന്നീ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, നബി ഒരു രാത്രി എല്ലാ ഭാര്യമാരുമായും സംസർഗത്തിൽ ഏർപ്പെട്ടിരുന്നു. അനസ് നിവേദനം, നബി 11 ഭാര്യമാരുമായി ഒരു പൂർവാഹ്ന സമയത്ത് സംസർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ഇതെങ്ങനെ നടക്കും? പാസ്റ്റർ ഒരു മിനിറ്റ്. ആ ഹദീസ് ഇങ്ങനെയാണ്, സാഅത്ത് എന്നാണ്. അതായത് രാത്രിയിലും പകലിലും 1 മണിക്കൂർ പ്രവാചകൻ തങ്ങളുടെ 9ഉം 11ഉം ഭാര്യമാരുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇത് അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അനസിനോട് അനുചരന്മാര് ചോദിക്കുവാണ്, അവക്കാന യുതീഖുഹു, നബിക്ക് അങ്ങനെയൊക്കെ കഴിവുണ്ടോ? അപ്പോഴാണ് അനസ് പറയുന്നത് പ്രവാചകന് 40 പുരുഷന്റെ കഴിവുണ്ടെന്ന്. അതായത് 1 മണിക്കൂറാണ് 11 ഭാര്യമാരുമായിട്ടുള്ള സമയം. ഞാൻ നോക്കിയപ്പോ ഏതാണ്ട് 5 മിനിറ്റും സംതിങ്ങുമാണ് വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. അതുകൊണ്ട് ബുഖാരി ഹദീസിനകത്ത് പറഞ്ഞോളൂ. അപ്പം എന്ത് വ്യക്തിത്വമായിരുന്നു ഈ മനുഷ്യനുണ്ടായിരുന്നു? ഇത് എങ്ങനെ നടക്കും? നമുക്കറിയാം, ഈ മനുഷ്യർക്കാർക്കും അത് കഴിയത്തില്ല, മൃഗങ്ങൾക്ക് പോലും കഴിയത്തില്ല. നമ്മൾ കാണുന്നതായ ഏകജീവി, എന്റെ കാഴ്ച ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഏകജീവി കോഴിയാണ്. അതുകൊണ്ട് ചില ആളുകൾക്ക് ഇങ്ങനെ പേര് ചില ഇടാറുണ്ട്. അതിങ്ങനെ നമ്മുടെ വീട്ടിലെ ഒരു കോഴിയുണ്ട്, പെടക്കോഴിയുണ്ട്, അതിനെ പ്രാവശ്യം അടുത്ത കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെ പെടക്കോഴിയെ പ്രാവശ്യം അതിനപ്പുറത്ത് അവറാച്ചിട്ട് അത് ഓടി നടന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. ഇപ്പൊ പൂവാനത്ത് പകൽ 11 ഭാര്യമാർക്ക് എങ്ങനെ ബന്ധപ്പെടും? വയസ്സത്തോട് അദ്ദേഹത്തിന് വയസ്സത്തോട് 50നും 60നും വയസ്സ് ഇടയിൽ പ്രായമുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. മാത്രമല്ല, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക സഭ. അതിനകത്ത് സഭ വയസ്സിൽ പറയുന്നത് ഇതൊന്നും പ്രവാചകന് സ്വാഭാവികമായി ഉണ്ടായ ചില ആസക്തികളല്ല, മറിച്ച് അള്ളാഹുവിന്റെ താല്പര്യം പ്രവാചകനിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രവാചകനെ കൊണ്ട് ആ ആസക്തിയുടെ പൂർത്തീകരണം നടത്തുകയായിരുന്നു എന്നാണ് ഒരു പണ്ഡിതൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോഴും മുഹമ്മദ് അല്ല കുറ്റക്കാരൻ, അള്ളാഹുവിന്റെ പുറത്തുകൊണ്ട് കുതിര കയറുക. മനുഷ്യ അള്ളാഹു ആണ് മുഹമ്മദിനെ ഈ കോലത്തിലാക്കിയതാണ് ഇവർ പണ്ഡിതന്മാരും. അവിടെയും പ്രവാചകനെ രക്ഷിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതായ ഈ വ്യക്തി എന്തിനാണ് ഈ നാട്ടുകാരോട് പറഞ്ഞത്? അവിടെയാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറയുന്നത്. എന്തിനാണ്? അതിൽ നിന്ന് ചിലർക്ക് ചില സ്വഭാവം ഉണ്ടല്ലോ, ഈ കൊതിഞ്ഞോടെ പറയാന്നൊക്കെ ചില പറയുമല്ലോ. അപ്പൊ ചില കാര്യങ്ങള് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം വേറെയാണ്, കേൾക്കുമ്പോൾ സുഖം ഉണ്ടാകും. ഈ സ്വയമായിട്ട് അനുഭവിച്ചതായ കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും സുഖം വർദ്ധിക്കുന്ന ഒരു പ്രകൃതിയാണ് മുഹമ്മദിൽ കാണുന്നത്. അതാണ് ഇത് കാണുന്നത്. ഈ ഹദീസുകളൊക്കെ അതിനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അതെന്തിനാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത്? അദ്ദേഹം ഇത് കിടക്കരയുടെ കാര്യമല്ലേ? ഭാര്യമാരുമായിട്ടുള്ള ബന്ധത്തിൽ അവരുമായിട്ടുള്ളതായ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങള്
അത് അടഞ്ഞ അധ്യായമല്ലേ? അതെന്തിനാ പുറത്തു പറയുന്നത്? അപ്പൊ പുറത്തു പറയുമ്പോൾ ലഭിക്കുന്നത് വേറൊരു സുഖം. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കുക മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനം ഇദ്ദേഹത്തെ പ്രവാചകനെന്ന്, ഇദ്ദേഹത്തെ സാധാരണ ഒരു വ്യക്തി എന്ന് പോലും പറയാൻ വെക്കുമോ? നിങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്ന, നിങ്ങളുടെ പണ്ഡിതന്മാര്, മഹാപണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങളിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കണേ. റെഫറൻസ് വേണമെങ്കിൽ തരാം, ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ തരാം, നിങ്ങളൊന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് സത്യം നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ നിങ്ങൾ ബാക്ക് ചാനൽ വന്നിരുന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഈ ടീച്ചറിനെതിരൊന്നും നിങ്ങൾ അസഭ്യം എഴുതി വിടത്തില്ല. മനസ്സിലായോ? നിങ്ങൾ ധിക്കാരമൊന്നും എഴുതത്തില്ല. നിങ്ങൾക്ക് വസ്തുത മനസ്സിലാകാത്തതുകൊണ്ടാണ്. നിങ്ങൾ സന്മനസ് കാണിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ളതായ ഒരു പ്രത്യേക സ്വഭാവം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോഴും നിങ്ങൾ ഒരു പ്രത്യേക സ്വഭാവത്തിന് അടിമകളാണ്. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ കടിച്ചു തിന്നാൻ പോകുന്നവരെ നിങ്ങൾ സംസാരിക്കുന്നത്? അന്ധമായിട്ട് ഈ പ്രവാചകരെയും അന്ധമായി മതത്തെയും നിങ്ങൾ അങ്ങ് പുൽകുകയല്ലേ? നിങ്ങളുടെ പുസ്തകം തന്നെ പറയുന്നില്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും. ഇത് ഇന്നത്തെ കാലത്ത് ഇത് വായിക്കാൻ കൊള്ളാവും. ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമോ? ഇതുകൊണ്ട് എന്താണ് ഗുണം? ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. അപ്പൊ നിങ്ങൾക്ക് വസ്തുതകൾ തിരിച്ചറിയാനായിട്ട് കഴിയും. ഓക്കെ, പാസ്റ്റർ പറഞ്ഞതിൽ 1-2 പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, അരിമണിയിൽ പേരെഴുതിക്കൊണ്ടിരിക്കുന്ന പടച്ചിറബ് എപ്പോഴും ബെഡ്റൂം സെക്സ്, ഇത് പടച്ചവന്റെയും ഒരു വീക്ക്നെസ് ആയിരുന്നു. കാരണം ഒരു ഹദീസ് ഉണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ബെഡ്റൂമില്, ഭർത്താവ് ഇപ്പോ അദ്ദേഹത്തിന്റെ ശാരീരിക ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഭാര്യ പോയിട്ടില്ലെങ്കിൽ നേരം വെളുക്കുവോളം അള്ളാഹുവും മലക്കുകളും എല്ലാവരും കൂടി ചേർന്ന് ശപിച്ച് പണ്ടാരടക്കുമെന്നാണ്. പടച്ചവൻ ആരോടാ ശപിക്കുന്നതെന്ന് അറിയത്തില്ല, അവിടെ നിൽക്കട്ടെ. അപ്പോ ആ കാലഘട്ടത്തില് 11 ഭാര്യമാരെയും നിരത്തിക്കിടത്തിയിട്ട് തന്റെ കാമാസക്തി പ്രവാചകൻ തെളിയിക്കുന്നു. അത് പിന്നീട് വന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ ദൃശ്യം സുഖം, ചിലർക്ക് നയന സുഖം, ചിലർക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടു നോക്കിയാൽ മതിയാകും, ചിലർക്ക് പറയണം, ചിലർക്ക് കേൾക്കണം, അങ്ങനത്തെ ഒക്കെ ചില പഞ്ചേന്ദ്രിയ സുഖങ്ങളുണ്ട്. അതിന്റെയൊക്കെ ആശാൻ തന്നെയായിരുന്നു കക്ഷി. അപ്പോ ഇങ്ങനെ വന്ന് പറയാണ്, എനിക്ക് 11 ഭാര്യമാരുണ്ട്, എല്ലാവരെയും ഇങ്ങനെ നിരത്തി കിടത്തിയിട്ടാണ് ഞാനിതൊക്കെ സംഭവം ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഒരു കുളിയാണ് കുളിച്ചിരുന്നത്. നീ വൃത്തികെട്ടണമെന്നും പറയണ്ട. ഒന്നാമത്തെ കാര്യം 5 മിനിറ്റും സംതിങ് സമയമേ ഉള്ളൂ, 11 പേരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ട് ഒരു കുളിയും കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാ ഒരു പെണ്ണ് റോഡിൽ കൂടെ നടന്നു പോകുന്നു. അപ്പൊ എനിക്ക് പിന്നെയും ഉദ്ധാരണം ഉണ്ടായി. ഞാൻ തിരിച്ചു വന്നിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. ഒന്നുകിൽ ഇത് നബിയുടെ ഭാര്യമാര് പറയണം അനുചരന്മാരോട്, അതല്ലെങ്കിൽ നബി പറയണം. ഇത് രണ്ടുമല്ലെങ്കിൽ ആരെങ്കിലും ഒളിച്ചു നിന്ന് കാണണം. ഈ 3 സാഹചര്യങ്ങളെ ഉള്ളൂ ഇതില്. അതുമല്ലെങ്കിൽ പടച്ചവന് ദൈവിക വെളിപാടായിട്ട് ഇറക്കാം. അപ്പോഴാണ് പ്രവാചകന്റെ അനുചരന്മാരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി പറയണരാ, എനിക്ക് ജിബിരിയിൽ മാംസം നിറച്ച ഒരു ഭക്ഷണം കൊണ്ട് തന്നടാ. അതെന്തുവാ? കുഫൈത്ത് എന്നാണ് അതിന്റെ പേര്. അത് തിന്നതോടുകൂടി എനിക്ക് 30 കുതിരയുടെ ശക്തിയാണ് കിട്ടിയത്. മറ്റത് അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് 40 പുരുഷന്റെ ശക്തി, 40 പുരുഷന്റെ ലൈംഗിക ശക്തി. ഇത് നബിയാണ് പറയുന്നത് 30 കുതിരയുടെ ശക്തി കിട്ടുന്നു എന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോ മറ്റൊരിക്കല് നബിയുടെ അനുചരന്മാര് വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരാണ്, അനുചരന്മാരുടെ ഭാര്യമാര് വന്ന് ചോദിക്കുന്നു, നബിയെ ഞങ്ങളെ ഇങ്ങനെ പിൻഭാഗത്തു കൂടി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാര് വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞപ്പോ ഓരോ ചാക്കരിയില്, ഒരു ചാക്കരിയിൽ എത്ര അരി ഉണ്ടാകും? ഓരോ അരിയിലും കൃഷ്ണൻകുട്ടി, ഗോവിന്ദൻകുട്ടി, ഇങ്ങനെ ഓരോരുത്തരുടെയും പേരെഴുതി വെക്കണ്ടേ? മുഹമ്മദ് അനസ്, അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ്, ഇതൊക്കെ എഴുതി വെക്കാൻ തന്നെയുമല്ല ജൂതന്റെ മെഷീനൊന്നും കക്ഷിയിട്ട് ഉപയോഗിക്കത്തൂല, യന്ത്രങ്ങളൊന്നും. അപ്പൊ ടെക്നോളജി ഒന്നും കക്ഷിക്ക് വലിയ വശവും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന പടച്ചവൻ പെട്ടെന്ന് സടകൂട്ടാൻ എഴുന്നേറ്റിട്ട് പറയാണ്, ഡാ നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാശിഅതും. അപ്പൊ തന്നെ ആയത്തിറങ്ങുവാണ്, ഡാ പുരുഷന്മാരുടെ കൃഷിയിടമാണ് പെണ്ണുങ്ങള്. പടച്ചവൻ എന്തെല്ലാം ജോലികളുണ്ടെന്ന് നോക്കണം. ആഴിയുടെ അഗാധ തലങ്ങളിൽ അന്ധകാരത്തിലേക്ക് ഊളിയിട്ടുകൊണ്ടിരിക്കുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകളെ വരെ നിയന്ത്രിച്ച് അതിന് വഴി വരെ വെട്ടിക്കൊടുക്കേണ്ടുന്ന ബാധ്യതയുള്ള പടച്ചോനാണ്. നക്ഷത്രങ്ങൾ ഇവർക്ക് പിശാചിനെ എറിയണം, സൂര്യനെ ചെളിക്കുണ്ടിൽ കൊണ്ടുപോയിട്ട് അസ്തമിപ്പിക്കണം. എന്തെല്ലാം പരിപാടിയുള്ള പടച്ച റബ്ബ് ഉടനെ തന്നെ ആയത്തിറങ്ങുവാണ്,
പിൻഭാഗത്തൂടെ നിന്നുമല്ല, ഏതുവഴി വേണമെങ്കിലും ബന്ധപ്പെടാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്കുന്നു. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, പിന്നെ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളൂ എന്ന് ആയത്തിറക്കുക പടച്ചോൻ. അപ്പൊ പടച്ചോൻ ഇതൊക്കെ കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഒരു പ്രത്യേക സുഖവും തൽപരനുമായിരുന്നു. ഒരിക്കല് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഹഫ്സയെ വാപ്പ വിളിക്കുന്നെന്ന് കള്ളം പറഞ്ഞിട്ട് ഉമറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ വിരിപ്പിൽ വേറൊരു പെണ്ണിനെ പിടിച്ചു കിടത്തി. അവര് ഡിങ്കോഡാൽഫി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഹഫ്സ വന്ന് കണ്ടു, നബിയെ പിടിച്ചിട്ട് ഏറിൽ നിർത്തി. ഏറിൽ നിന്ന് കയ്യും കാലും എടുത്ത നബി പറഞ്ഞു, അത് ഹഫ്സ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഒരിക്കലും ഞാൻ ഇവളെ തൊടത്തില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ആകാശത്ത് നിന്ന് ആയത്തിറക്കുവാണ്, രാ മുഹമ്മദേ, നിന്നോട് ആര് പറഞ്ഞടാ കള്ളവെടിക്ക് പോകണ്ടാന്ന്? നിന്നോട് കള്ളവെടിക്ക് പോകാൻ അനുവാദം നൽകിയത് ഞാനല്ലേ? ഞാൻ അനുവദിച്ച കള്ളവെടി നിർത്തിവെക്കാൻ നിനക്കെന്താണ് അധികാരം? ആകെ ഈ അരിയിലൊക്കെ പേരെഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പടച്ചോൻ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉള്ളത് ഇതായിരിക്കും. അതുകൂടി മുഹമ്മദ് നിർത്തിയെന്നറിഞ്ഞപ്പോഴത്തേക്കിന് പടച്ചോന്റെ ചങ്ക് പൊടിഞ്ഞുപോയി. അതുകൊണ്ടാണ് പടച്ചവൻ എപ്പോഴും ഈ വക കാര്യങ്ങളിൽ ഒരു നബിയേക്കാൾ വലിയ മനോരോഗം ഈ വിഷയത്തിൽ പടച്ചവനാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ പടച്ചവൻ പറയണം, അതല്ലെങ്കിൽ നബി പറയണം, അതല്ലെങ്കിൽ അനുചരന്മാര് പറയണം, അതല്ലെങ്കിൽ നബിയുടെ ഭാര്യമാര് ഇത് അനുഭവിച്ചതിന് ശേഷം വന്ന് തുറന്നു പറയണം. ഇതൊന്നുമില്ലാതെ നമുക്ക് ഖൈബർ യുദ്ധത്തില്, ഖൈബർ കൊള്ളയടി, അത് കഴിഞ്ഞിട്ട് തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നു, സഫിയയെ പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവന്ന് ഭർത്താവിനെയും കൊന്ന് വാപ്പയെയും കൊന്ന് നാട്ടുകാരെ മൊത്തവും കൊന്നിട്ട് ആ കൊച്ചൊരുത്തിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവളുമായിട്ട് ബലാത്സംഗമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ പുറത്ത് നിൽക്കുകയാണ്. നബിയുടെ കുഫൈത്തിന്റെ ശക്തി കണ്ടിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അബു അയ്യൂബുൽ അൻസ്വാരി എന്ന് പറയുന്ന ഒരു സഹാബി, ഞാൻ പറയുന്നതല്ല, ഇമാം അത്തൊബരിയുടെ വിശദീകരണങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതേ തന്നെ കിട്ടും. ഇനി തെളിവ് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വന്നു ഞാൻ അതിലും തരാം. അപ്പോ പ്രവാചകൻ ചോദിക്കുകയാണ്, പ്രവാചകൻ ഇങ്ങനെ ഒരു കോട്ടുവാക്കിയിട്ട് കയ്യും കാലും ഒക്കെ ഒന്ന് വലിച്ച് ഓടി വന്നപ്പോഴേക്ക് ഇവിടെ അനുചരൻ നിൽക്കുന്നു. എന്തുവേണം അൻസാരി നീ ഇവിടെ നിൽക്കുന്നത്? അല്ല നബിയെ, ഇന്നലെ നബിയുടെ വാളാല് പെണ്ണിന്റെ വാപ്പയെയും കെട്ടിയോനെയും ഒക്കെ നമ്മൾ തീർത്തതാണല്ലോ. ചിലപ്പോൾ അതിന്റെ പ്രതികാരം എങ്ങാനും ഈ പെണ്ണ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ പോയിന്റും അങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം വെച്ച് നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കളിയൊക്കെ നീ ഫ്രീ ആയിട്ട് കണ്ടല്ലേടാ, പോട്ട് നബിയെ, പോട്ട്, സാരമില്ല, ഞാനത് കണ്ട്, ഞാനതാരോട് പറയണമെന്നും പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കക്ഷി അനുചരന്മാരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അതേടാ, സ്വർഗത്തിലുണ്ടല്ലോ, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്ന എൻ്റെ ഒരു അയൽക്കാരനെ കാണിച്ചു തരട്ടെ. അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്ത്, കാരണം ഈ കള്ളവെടി ആരോടും പറയരുതല്ലോ, അതുകൊണ്ട് അബൂ അയ്യൂബിൽ അൻസ്വാരി സ്വർഗത്തിലെ എൻ്റെ അയൽക്കാരനാണ് കേട്ടോ, സ്വർഗത്തിലെ എൻ്റെ സുഹൃത്താണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. മൊത്തത്തില് ഒരു ഉഡായിപ്പ് പ്രസ്ഥാനമാണ് എന്ന് ആളുകൾ ഇത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ബുഖാരിയും മുസ്ലിമും തൊബരിയും ഇതെല്ലാം സഹായകരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ.